ഇനി നമുക്ക് ആദ്യം തന്നെ 3 നേന്ത്രപ്പഴം നല്ലപോലെ പുഴുങ്ങിയടിച്ചിട്ട് മാറ്റി വെക്കട്ടോ. ഇനി നമുക്ക് കുറച്ച് സേമിയ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. അതിലൊരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണേ. സേമിയ നല്ലപോലെ വെന്തലിയണ്ട കേട്ടോ. കുറച്ചൊരു വേവാകുമ്പോൾ നമുക്ക് അരിപ്പയിൽ ഊറ്റിയെടുക്കേ. എന്നിട്ട് കുറച്ച് പച്ചവെള്ളത്തിലിട്ടിട്ട് നല്ലപോലെ കഴുകിയിട്ട് വീണ്ടും ഒന്ന് അരിപ്പയിലേക്ക് ഊറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് ആ വെള്ളം പോയിട്ട് നമ്മൾ നേരത്തെ ഉടച്ച് വെച്ച നേന്ത്രപ്പഴത്തിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കട്ടോ. എന്നിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ ഏലക്കായി കൂടി കൂട്ടിപ്പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് കയ്യിൽ വെച്ച് ഇങ്ങനെ പരത്തിയിട്ട് നോസിലോട് നമുക്ക് നടുക്കൊന്നിങ്ങനെ ഒരു ഹോൾസാക്കി കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് കൈ കൊണ്ടാക്കാൻ പറ്റുമെങ്കിൽ കൈ കൊണ്ടാക്കിയാലും മതി കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇതുപോലെ തന്നെ സേമിയത്തിൽ നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. വറുത്തെടുത്ത നീര് സേമിയ കേട്ടോ. ഇനി നമുക്ക് പാനിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചിട്ട് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. സിമ്പിളല്ലേ, എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഈവനിങ് സ്നാക്ക് കേട്ടോ. മെഴുക്കൊന്നും തീരെ പിടിക്കുന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ